അപ്പോൾ നമുക്ക് ഫ്രോക്കിൻ്റെ സെക്കൻഡ് പാർട്ടിലോട്ട് പോകാം, സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. നമ്മൾ ആദ്യം തന്നെ പിൻ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്രണ്ടിലെ നെക്ക് കൊടുക്കണം. ഇതിൽ ക്യാൻവാസ് ഒന്നും കൊടുക്കണില്ല. അപ്പോൾ നല്ല വശം ഒരുമിച്ച് വെച്ച് ചീത്ത വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് അത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി നമുക്ക് ബാക്ക് ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ബാക്ക് ഭാഗവും ഇതുപോലെ തന്നെ ചീത്ത വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നോ എന്ന് വെച്ചാൽ നമ്മൾ സിബ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് കൊടുത്തില്ലേ, അതിലൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മളിതുപോലെ മറിച്ചടിക്കാൻ കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് അവിടെ ആ സിബ് വെക്കുമ്പോൾ നൂലൊന്നും പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫിനിഷിങ്ങിലാണ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് സിബിൻ്റെ അവിടെ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നെക്കിൻ്റെ അവിടെയും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നതിൻ്റെ മുന്നേ ആ തുമ്പൊക്കെ നമ്മളൊന്ന് ടെക്കിട്ട് കൊടുക്കുക കേട്ടോ. ടെക്കിട്ട് കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് അപ്പുറം മറിച്ചിടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ആ ചുളിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ടെക്കിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഒന്നിങ്ങനെ നമ്മൾ ചെയ്യാട്ടോ. അതേപോലെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക. ഇനി നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ ടക്കിട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കത്രികയിട്ടും. എന്നാൽ എന്താണെന്നറിയാം, മറിച്ചിട്ട് നമ്മൾ മടക്കി പ്രസ് അടി കൊടുക്കുമ്പോൾ ആ ഒരു ഇങ്ങനെ ഒരു ചുളിവൊന്നും വരാതെ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിൽ പ്രസ് അടി കൊടുക്കാം. അപ്പോൾ നെക്കിൻ്റെ പ്രസ് അടി നമ്മൾ കൊടുക്കണേ. ശേഷം നമ്മൾ ബാക്ക് പീസിൻ്റെ അവിടെയും പ്രസ് അടി കൊടുക്കണം കേട്ടോ. അവിടെ കൊടുക്കാന്ന് വെച്ചാൽ സിബിൻ്റെ അവിടെ, നെക്കിൻ്റെ അവിടെ ഇപ്പം തന്നെ കൊടുക്കരുത്. നെക്കിൻ്റെ അവിടെ കൊടുക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, ഫ്രണ്ട് ഭാഗവും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് സിബ് ഒന്ന് ഫസ്റ്റ് സിബിൻ്റെ അവിടെ ഒന്ന് പ്രസ് അടി കൊടുത്തിട്ട് സിബ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ ഇൻവിസിബിൾ സിബാണ് വെക്കുന്നത് എന്ന് പറഞ്ഞു. ഇൻവിസിബിൾ സിബ് വെക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഒരു ഫൂട്ട് ഉപയോഗിക്കുന്നുണ്ട്. ലെഫ്റ്റ് ഫൂട്ടും റൈറ്റ് ഫൂട്ടുമാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിങ്ങനെ ഇതിൽ വാങ്ങാൻ കിട്ടും. നമ്മുടെ ഓൺലൈനിലും കിട്ടും, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ, ആമസോണിലൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ ബട്ടൺ ഹൗസിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഇനി അതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാനിതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കും ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇനി അതിൽ സിബ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിബ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇതൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ചെയ്ത് നോക്കുക. ഇതുപോലെ ഇങ്ങനെ മറിച്ച് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ അടിച്ചു വിടണില്ല കേട്ടോ, സ്ലോലി തന്നെ കണ്ടോളൂ. അപ്പോൾ ഇതിൻ്റെ പല്ല് ഇങ്ങനെ മലർത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ തെള്ളി പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫൂട്ടൊന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. സാധാ ഫൂട്ടിലാവുമ്പോൾ നമുക്ക് ആ 2 സൈഡിലും കൂടെ ആകുമ്പോൾ ഒരു വൃത്തിക്ക് കിട്ടൂല. എങ്ങനെ ആയാലും ആ പല്ലിൻ്റെ അവിടുന്ന് കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയിട്ടായിരിക്കും നമ്മളെ സ്റ്റിച്ച് വരിക. ഈ ഫൂട്ട് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ അരികുവശം ചേർന്നിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഏത് ഭാഗമാണോ സ്റ്റിച്ച് ചെയ്തത്, എന്നിട്ട് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം പിന്നെ മറ്റേ ഫൂട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഇങ്ങനത്തെ മെഷീനൊക്കെ ആകുമ്പോഴാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കേണ്ടി വരിക. ഇനി ഫാഷൻ മേക്കറിലൊക്കെയാണ് അടിക്കേണ്ടതെങ്കിൽ ഫാഷൻ മേക്കറിൽ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സിബ്ബർ ഫൂട്ടൊക്കെ വരുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ അതങ്ങ് മാറ്റി കൊടുത്താൽ മതി. പിന്നെ നമ്മളെ സാധാ മെഷീനിലും ഈ ജാക്ക് മെഷീന് അതുപോലെ ജുക്കി ഇതിലൊക്കെ നമുക്ക് ഫൂട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ നമ്മളിതങ്ങനെ ഒന്ന് വെച്ചുകൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ അരികുവശം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. തെല്ലത്ത് ഇങ്ങനെ അവിടെയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി അതുപോലെ തന്നെ മറ്റേ ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മറ്റേ ഭാഗവും ചെയ്യാം. എന്നിട്ടത് ക്ലോസ് ചെയ്യുമ്പോൾ അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫൂട്ട് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നേരെ തിരിച്ചുള്ള ഫ്രൂട്ട് നമ്മൾ മാറ്റി കൊടുക്കണം. അതല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ അരിക്ക്
കറക്റ്റായിട്ട് കിട്ടൂല. പിന്നെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഫൂട്ട് മാറ്റി കൊടുക്കുന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മുകൾ ഭാഗത്ത് നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് തുടങ്ങിയിട്ടുള്ളത് ഫസ്റ്റത്തെ, അതേപോലെ തന്നെ മറ്റേ സൈഡിലും സ്റ്റിച്ച് ഒരേപോലെ തന്നെ തുടങ്ങണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഏറ്റക്കുത്തനായിട്ട് നിൽക്കും. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഒരേപോലെ നമ്മൾ അടയാളം ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അതായത് നമ്മൾ ഒരേ വലിപ്പം കറക്റ്റായിട്ട് വെക്കഴിഞ്ഞാൽ ഏറ്റക്കുത്തനായിട്ട് നിൽക്കൂലേ. ഇപ്പം നമ്മൾ ബട്ടൺസ് ആണെങ്കിലും ഒരു ബട്ടൺസ് ഇട്ടുണ്ടാവും, ഹോളിൽ കൂടെ തന്നെ ഇടണ്ടേ. അതേപോലെ തന്നെ ഇതിനും നമ്മൾ എന്ത് ചെയ്യണം, ഒരേ വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ട് വേണം ഇത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടോ, നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കൂ, ഇതൊരിക്കലും ആ സിബ് കാണുന്നില്ല. ഞാൻ വേറെ കളറാണ് വെച്ചിട്ടുള്ളത്, പക്ഷെ അതിൽ ഒരിക്കലും അത് എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ബാക്കും ഫ്രണ്ടും കൂടെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്കിൻ്റെ അവിടെ പ്രസ് ചെയ്യണ്ട എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ല തുണി, അതായത് ബാക്ക് ഭാഗത്തിൻ്റെ നല്ല വശവും ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് ബാക്ക് ഭാഗത്തിൻ്റെ ലൈനിങ് അപ്പുറത്തേക്ക് മറിച്ച് വെച്ചിട്ട്, അതായത് ഫ്രണ്ട് ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ മറിച്ച് വെച്ചിട്ട് 1/2 ഇഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഷോൾഡർ ഒന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് 2 സ്റ്റിച്ച് അവിടെ കൊടുത്തോളൂ, അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചാണെങ്കിൽ ഒരു സ്റ്റിച്ച്, 2 സ്റ്റിച്ച് കൊടുത്താൽ കുറച്ചും കൂടെ ഒരു ഉറപ്പുണ്ടാകുമെന്ന് മാത്രം. അപ്പോൾ എന്നിട്ട് നമ്മൾ അതങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ നിവർത്തി നോക്കുമ്പോൾ നമ്മളുടെ ആ സ്റ്റിച്ചിങ് കാണത്തില്ല, അതിൻ്റെ ആ ഒരു തയ്യൽ തുമ്പ് കാണൂല, അതതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടാകും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിക്കുന്നത്. ഇനി അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ രണ്ടും ഒപ്പം വെച്ചിട്ട് അടിച്ചാലും മതി, പക്ഷേ അതൊരു വൃത്തികേടായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയണത് കേട്ടോ. ഇനി ഇത് മനസ്സിലായിട്ടില്ലാത്തവർ കമൻറ്റ് ബോക്സിൽ മനസ്സിലായിട്ടില്ല എന്ന് തന്നെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ എന്താണ് മനസ്സിലാവാത്തതെന്നും കൂടെ മെൻഷൻ ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അത് ശ്രദ്ധിച്ച് ഞാൻ ശരിക്കും ഇടുന്നതായിരിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, അതും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അത് ചെയ്തു. നെക്ക് നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ 2 ഷോൾഡറും നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ആം ഹോളിൻ്റെ അവിടെ സ്ലീവ് കൊടുക്കുന്നില്ല അല്ലേ, സ്ലീവ് കൊടുക്കുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഒരു ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ അതിനെ മറിച്ച് അടിക്കുകയാണ് ചെയ്യണത്. ക്രോസ് പീസ് എടുക്കുന്നത് ഞാനിതിൻ്റെ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. മുന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഞാൻ അതല്ലെങ്കിൽ ക്രോസ് പീസിനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഷോർട്ടായിട്ട്. മുന്നേ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുന്നേ ഉള്ള വീഡിയോയിലുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. എന്തായാലും എനിക്ക് ഓർമ്മയില്ല. അത് ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ച് കാണാം. അതല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് സ്ലീവിന് പകരം ആം ഹോളിൻ്റെ അവിടെ മറിച്ചടിക്കുകയാണ് ചെയ്യണത്. ഇനി നമ്മൾ അതൊന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ നിറവ് വെച്ചിട്ട് അതിന്മേൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരു കാര്യം ചെയ്യാം, ഈ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഒരു ഭാഗം ക്ലോസ് ചെയ്തിട്ട് മറ്റേ ഭാഗത്തിലൂടെ അടിച്ചങ്ങനെ വന്ന് അങ്ങനെ ക്ലോസ് ചെയ്യാം. അതല്ലെങ്കിൽ 2 ഭാഗം ക്ലോസ് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് അവിടെ വിട്ടിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗത്തും ക്ലോസ് ചെയ്യാം. ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഭാഗം നമ്മൾ ക്ലോസ് ചെയ്യണം. ഫസ്റ്റത്തെ ഒരു ഭാഗം ക്ലോസ് ചെയ്തിട്ട് മറ്റേ ഭാഗത്ത് കൂടെ അങ്ങനെ അടിച്ചിട്ട് അങ്ങനെ വരികയാണ് ചെയ്യണത്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് മാത്രമേ സ്റ്റിച്ച് വരുള്ളൂ. താഴോട്ടുള്ള സ്കേർട്ട് ഭാഗത്ത് നമുക്ക് താഴെ ഒരു ഭാഗത്ത് മാത്രമേ സ്റ്റിച്ച് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. പിന്നെ ഇതിനോടൊപ്പം ഞാനൊരു അതിൻ്റെ ബാക്കൊക്കെ ഒരു കയറ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിനി കയറിന് വെട്ടിയത് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചെയ്യാം, ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഇതിനോട് കൂടെ തന്നെ ഇതൊന്ന് ഒപ്പം വെക്കണോട് കൂടി, അതായത് ബോഡി പാർട്ട് യോക്കിൻ്റെ പാർട്ട്
നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതോട് കൂടി തന്നെ ഇതും അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ഇഞ്ച് വിടുത്തും 24 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഭാഗത്തേക്കും അങ്ങനെ തന്നെ കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ 1.5 ഇഞ്ച് വീതിയിൽ നമുക്ക് കയറ് കിട്ടും. ഇനി അതിൽ കൂടുതൽ വേണ്ടവർക്ക് അതിൽ കൂടുതൽ എടുക്കാം, അതിൽ കുറവ് വേണ്ടവർക്ക് അതിൽ കുറവും എടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ ബാക്കിൽ ഒരു ബോ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ബോ വെച്ചിട്ട് താഴെ ഭാഗത്ത് ഈ കെട്ടും കൂടെ വരുമ്പോൾ അതൊരു ഭംഗിയായിട്ട് നിൽക്കും. താഴെ ഇങ്ങനെ ഒരു വാല് പോലെ നിൽക്കും, പിന്നെ ബോ മുകളിലും നിൽക്കും. അപ്പോൾ അതങ്ങനെ ഒരു ഡിസൈനാണ്. ആ ഒരു ഡിസൈന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കയറും കൂടെ കൊടുക്കുന്നത്. പിന്നെ 24 ഇഞ്ച് ലെങ്ത്തും കൂടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ അത്രയും നീളം എനിക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. കയറിന് അടിക്കുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒന്ന് ക്ലോസ് ആക്കിയിട്ട് വരക്കുമ്പോൾ ഒന്ന് ചരിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളത് പിന്നെ ഇങ്ങനെ ഒരു 4 ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്. അതായത് ചീത്ത വശത്താണ് നമ്മൾ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ട് അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണത്, മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. മറിച്ചിട്ട് കൊടുത്താൽ ആ ഒരു സ്റ്റിച്ചിങ് കാണൂല, അതിൻ്റെ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഒരു 4 ഇഞ്ച് വിട്ടിട്ട് മതി. 1/2 ഇഞ്ചൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാകും, പിന്നെ അത് ഇങ്ങനെ ഇതായിട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ നമ്മളെ നെക്കിൻ്റെ അവിടെ ഒന്ന് ടക്കിട്ട് കൊടുത്തില്ലേ, അതേപോലെ തന്നെ ടക്കിട്ട് കൊടുക്കുക. അങ്ങനെ ടക്കിട്ട് കൊടുത്താൽ മറിച്ചിട്ടിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് ആ ചുളിവൊന്നും വരാതെ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ചെയ്യുന്നത് നമ്മൾ മെഷീനിൽ തന്നെ നിറവിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സെപ്പറേറ്റ് ഫൂട്ട് ഉണ്ട് കേട്ടോ. ആ ഫൂട്ട് ഞാനിതിൽ കാണിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ ഈ ഫൂട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഫൂട്ടുകളും കാര്യങ്ങളും വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് നമ്മുടെ ജോലികൾ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. മറ്റേത് നമ്മൾ ഒരു നൂലൊക്കെ ഇട്ട് അത് തുന്നിയിട്ട് പിന്നെ അതൊന്ന് പിടിച്ച് വലിച്ച് കുറേ അടങ്ങേറാണല്ലോ. അപ്പോൾ നമ്മുടെ സമയം അത്രയും നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമ്മളൊരു ബിസിനസ്സായിട്ട് ഇതൊക്കെ കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് കൂടുതൽ വർക്ക് വരും ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് കൂടുതൽ സമയം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം ഇതിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യണത്. അപ്പം അതിന് വേണ്ടിയിട്ട് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാർക്കറ്റിൽ പലതരം ഫൂട്ടുകളും അതേപോലെ ആം ഹോള്, കർവ്, അതേപോലെ സ്കെയിൽസ് ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ച് വെച്ചിട്ട് നമ്മൾ പിന്നെ ഇത് ചെയ്യട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒന്നും കൂടെ അധികം ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, നെറിവ് കിട്ടാൻ വേണ്ടിയിട്ട് മുറുക്കി കൊടുക്കുകയാണ് ഇപ്പോൾ അത് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പലതരം ടൂൾസുകൾ നമ്മുടെ സ്റ്റിച്ചിങ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്റ്റിച്ചിങ് ടൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ തന്നെ പറയാം, ഇട്ട് തരാം കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ ഉപകാരമാകും, വാങ്ങേണ്ടവർക്ക് വാങ്ങിക്കാമല്ലോ. ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതും ഉണ്ട്, അതേപോലെ തന്നെ ബട്ടൺ ഹൗസിൽ പോയിട്ട് വാങ്ങിച്ചതും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കും വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. അതിന് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ലൈനിങ്ങും കൂടെ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ്ങും കൂടെ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം, എന്നെങ്കിലും നമുക്ക് ആ ഒരു പഫ്നെസ് കിട്ടുള്ളൂ കേട്ടോ. പഫായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു നല്ല നിറവിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ തുണി എടുത്തത് മുഴുവനും ഇതിൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു തുണി നമ്മൾ ബാക്കി വെച്ചിട്ടില്ല. പിന്നെ ഇതുപോലെ നമ്മൾ നിറവിട്ട് കൊടുത്തതിന് ശേഷം തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഇങ്ങനെ ഒന്ന് ചുരുട്ടി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അത് ബോഡി പാർട്ടിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോഴാണ് ആ ചുരുട്ടി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ കട്ട കുത്തി ഇങ്ങനെ നിൽക്കുന്ന രീതിക്ക് അങ്ങനെ ചെയ്യരുത്, നല്ല വൃത്തിക്ക് രീതിക്ക് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, നിങ്ങൾക്കൊരു ടിപ്പും കൂടിയാണ്. നമ്മൾ ബോഡി പാർട്ടിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുമല്ലോ, അപ്പം നമ്മൾ എന്ത് ചെയ്യാറിയോ, ഫസ്റ്റ് നല്ല തുണി നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഇപ്പുറം മറിച്ച് വെച്ചിട്ട് ലൈനിങ് വെക്കുക. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകൊണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ നല്ല തുണി സാധാ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം മുകൾ ഭാഗത്ത് വെച്ചിട്ട്
നമ്മുടെ ലൈനിങ് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ മുകൾ ഭാഗത്ത് ഇങ്ങനെ കുത്തനാക്കിയാണ്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു തയ്യൽ തുമ്പ് കാണാത്ത രീതിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മളത് ക്ലോസ് ചെയ്യുക. അത്രയേ ഉള്ളൂ നമ്മുടെ ഇതിൻ്റെ ജോലി. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നവർ കമൻറ്റ് ചെയ്ത് ചോദിക്കാനും മറക്കരുത്, പറഞ്ഞു തരുന്നതാണ്. പിന്നെ ഇത് രണ്ടും അല്ലാത്ത കൂട്ടരാണെങ്കിലും രണ്ടാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അത് നമുക്കൊരു ഉപകാരമല്ലേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാം നമ്മളിപ്പോൾ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് താഴെ ഭാഗം മടക്കി അടിക്കേണ്ടതുണ്ട്. അങ്ങനെ മടക്കി അടിക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗം ഇത് നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്താണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ബോ വെക്കുന്നുണ്ട്. ആ ബോൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഞാനിപ്പോൾ ഇങ്ങനെ കുറേ ദിവസമായി ഞാനിത് എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ഞാനിതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ബോൻ്റെ വീഡിയോ ഇതിൽ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ബോ എങ്ങനെയാണ് തയ്ക്കുന്നത് കാണിക്കാം. അപ്പം എന്നാൽ ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ, താങ്ക് യു.